നടി പ്രിയങ്കയെ പല ആൾക്കാർക്കും അറിയാം. പഴയകാല ഒരു സിനിമാ നടിയാണ്. ഇപ്പോഴും അവർ സിനിമയിൽ ആക്റ്റീവാണ്. അപ്പം ചില കാര്യങ്ങളിൽ അപ്പം അവരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധ നേടാറുണ്ട്. സോഷ്യലായിട്ടുള്ള പല കാര്യങ്ങളിലും അവരവരുടെ ഒപ്പീനിയൻ തുറന്നു പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു, പുരുഷ കമ്മീഷൻ വരണം. ഇപ്പോൾ പുരുഷ കമ്മീഷന് വേണ്ടിയിട്ട് അവരുടെ സപ്പോർട്ട് അവർ അറിയിച്ചിരുന്നു. ഇപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം അവർ പറയുന്നത്, ഗ്രീഷ്മയെ ജയിലിലിട്ട് വെറുതെ ഇങ്ങനെ തടി കൂട്ടരുത് എന്നുള്ളൊരു പ്രസ്താവന കൂടി അവർ പറയുന്നുണ്ട്. ഇത് പല ആളുകളുടെയും അഭിപ്രായം കൂടെയാണ്. ഒരുപാട് ആൾക്കാരാണ് ഇതിനു ശേഷം ഇവർ സപ്പോർട്ട് ചെയ്യുന്നത്. പാറശാല ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മക്കെതിരെയാണ് നടി പ്രിയങ്ക ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അവർ പറയുന്നത് ഇവരൊക്കെ ഇങ്ങനെ സ്പോട്ടിൽ തീർക്കണം, എന്തിനാണ് ജയിലിലിട്ട് ഇങ്ങനെ തടി വെപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം അവരുടെ അമ്മ, ഷാരോണിൻ്റെ അമ്മ ഇപ്പോഴും ദുഃഖിക്കുന്നുണ്ട്. മീഡിയാസൊക്കെ പോകുമ്പോൾ ഇപ്പോഴും അവർ കരയുകയാണ്. അവർ കരയാതെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പം ഈ ഒരു കേസ് എന്തിനാണ് വലിച്ചു നീട്ടുന്നതെന്ന് അവർ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം കിട്ടി അവർക്ക് തിരിച്ചു വരാനാണോ ഇപ്പം സ്പോട്ടിൽ ഇത് ചെയ്യണം? 3 വയസ്സായ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച ആളെ സ്പോട്ടിൽ തീർക്കണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അല്ലാതെ ജയിലിലിട്ട് ഇപ്പം നമ്മൾ കൊടുക്കുന്ന ടാക്സ് കൊണ്ട് 3 നേരവും വളരെ എന്താ പറയുക സ്വാദിഷ്ടമായ ഭക്ഷണം കൊടുത്തിട്ടൊന്നും വലിയ കാര്യമില്ല. എനിക്കും അവരുടെ അഭിപ്രായത്തിനോട് ഞാനും യോജിക്കുന്നുണ്ട്. കാരണം പലപ്പോഴും ഇവർക്ക് കിട്ടുന്ന ശിക്ഷ എന്താണ്? 3 നേരം വളരെ പോഷകസമൃദ്ധമായ ഭക്ഷണം 3 നേരം ലഭിക്കുന്നു. ആ ഭക്ഷണത്തിൻ്റെ പേയ്മെൻറ്റ് എവിടെ നിന്നാണ്? നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവർ അടക്കുന്ന ടാക്സ് അല്ലേ. അപ്പം ഇങ്ങനെ ഒരാളെ ഇല്ലാതാക്കുക എന്ന് വെച്ചാൽ ഇല്ലാതാക്കുന്നതിന് കൊടുക്കുന്ന ശിക്ഷയാണോ കുറേ നാൾ ജയിലിൽ അടച്ചിടുക എന്ന് പറയുന്നത്? ഇപ്പം കാരണവർ വധക്കേസിൽ തന്നെ നമ്മൾ കണ്ടതാണ് ഷെറിൻ എങ്ങനെയാണ് ജയിലിൽ കിടന്നതെന്നൊക്കെ. ഷെറിൻ്റെ കൂടെയുള്ള കൂടെ നിന്ന ഒരു സ്ത്രീ ജയിലിന് പുറത്ത് വന്നതിന് ശേഷം പേടിയില്ലാതെ അവർ പറയുന്നുണ്ട് എങ്ങനെയായിരുന്നു സുന്ദരിയായ ഒരു പെൺകുട്ടി ജയിലിൽ ചെന്നാൽ ഉണ്ടാകുന്ന കാര്യം, അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാണെങ്കിൽ എങ്ങനെയായിരിക്കും അവരുടെ ലൈഫ് എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. അപ്പം പ്രധാനമായിട്ടും ഈ ഒരു ഷെറിൻ്റെ ഒരു ലൈഫ് പറയുന്ന സമയത്ത്, ജയിലിനുള്ള ലൈഫ് പറയുന്ന സമയത്ത് പലരും പറയുന്നത് ഗ്രീഷ്മക്കും ഇതുപോലെയുള്ള ഒരു ലൈഫായിരിക്കും കിട്ടുക ജയിലിൻ്റെ ഉള്ളിൽ. അങ്ങനെയാണെങ്കിൽ അതൊരു ശിക്ഷയാവില്ലല്ലോ. അപ്പം ഷെറിനെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലിപ്സ്റ്റിക്ക് ഇട്ട് മേക്കപ്പ് ഇട്ട് ഒരു പ്രത്യേകം സെല്ലിൽ മൊബൈൽ ഫോണൊക്കെ അവർക്ക് യൂസ് ചെയ്യാൻ കിട്ടുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ ആയിരിക്കില്ലേ ഗ്രീഷ്മയുടെ കാര്യമെന്നും പലരും ഉന്നയിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ വന്നതിന് പിന്നാലെ പ്രിയങ്കയെ പ്രശംസിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇപ്പം പ്രിയങ്കനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കാര്യവും ഇവിടെ നമ്മൾ കേൾക്കുന്ന ഇത്തരം വാർത്തകൾ തന്നെയാണ്. ഇവർക്ക് കിട്ടുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്ക് കിട്ടുന്ന സപ്പോർട്ട് എങ്ങനെയാണെന്ന് നമ്മൾ തന്നെ നേരിൽ അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് പ്രിയങ്കക്കും കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത്. പ്രിയങ്ക പറയുന്നത് 100% ശരിയാണെന്നാണ് സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്ന കമൻസ്.